ഭൂരിഭാഗം പേർക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാൽ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ കേസിൽ നിങ്ങൾ പഠിക്കുക, ഓർമ്മിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ട് അത് ബൈഹാർട്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുക എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, കാരണം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് നോക്കാം. പല ആൾക്കാരും ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവരുടെ ഒരു 1 ഇയർ കടന്നു പോയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഇയർ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 6 മണിക്കൂർ പഠിക്കണം, 8 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറില്ല. കാരണം പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ പോകാറുള്ളത്. എന്നാൽ ഓർത്തു വെക്കുക, ഭൂരിഭാഗം പേർക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഈ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും പഠിച്ചാൽ ഓർത്തു വെക്കാൻ പറ്റാത്തതും, പഠിച്ചു കഴിഞ്ഞാലും ആ ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേരള PSC എക്സാമിന്റെ ഒരു പരീക്ഷയ്ക്ക്, ഒരു LGS എന്ന് പറയുന്ന പരീക്ഷക്കാണ് പഠിക്കുന്നതെങ്കിൽ അതിന് പഠിക്കേണ്ട രീതി ഒരു പ്രത്യേക രീതിയാണ്. കാരണം അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ നിങ്ങൾ പഠിക്കുക, അത് ഓർമ്മിക്കുക, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയാൽ മതി. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇത്തരത്തിൽ ഓർമ്മിച്ച് വെച്ച് പോയാൽ മതിയാവും. എന്നാൽ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ കേസിൽ നിങ്ങൾ പഠിക്കുക, ഓർമ്മിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ട് അത് ബൈഹാർട്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു എക്സാമിന് അതല്ല ആക്ച്വലി പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും നമുക്ക് എങ്ങനെ UPSC സിവിൽ സർവീസ് എക്സാമിന് പഠിക്കണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ചോദ്യങ്ങളെയാണ്. അപ്പൊ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പ്രിലിംസിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, മെയിൻസിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഈവൻ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരെ നമ്മൾ നോക്കണം. കാരണം ഈ 3 സ്റ്റേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു 3 സ്റ്റേജസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിന് എന്താണ് അധികമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കണം, അത് മനസ്സിലാക്കണം, മനസ്സിലാക്കുക എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് നമ്മളത് മെമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓർമ്മിക്കുക എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് വരുന്നത്. അതായത് നിങ്ങളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു പോവുക, അത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഈ മനസ്സിലാക്കുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച്, ഞാൻ എല്ലാ വീഡിയോസിലും എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, കാരണം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് നോക്കാം. സോ ഞാൻ പ്യുവർ സ്റ്റാറ്റിക് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. കാരണം കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇത് വരും. പക്ഷെ ഞാൻ കുറച്ചുകൂടി ടഫ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പ്യുവർ സ്റ്റാറ്റിക് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്ന ടോപ്പിക്കാണ് സ്തൂപാസ്. അപ്പോൾ ബുദ്ധിസ്റ്റ് ട്രഡീഷനുമായി ബന്ധപ്പെട്ട് സ്തൂപാസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർട്ട് ആൻഡ് കൾച്ചറും ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിച്ചിട്ടുണ്ടാവും. NCERT സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് സ്തൂപാസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. വേറെ ബുക്കുകളൊന്നും അധികം നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ക്ലാസ് 11 NCERT തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഒരു സ്നിപ്പറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ സ്തൂപാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കാറുള്ളത് സ്തൂപാസ് ഇതൊരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞ സ്തൂപാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ സാധാരണ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സ്തൂപ അതൊരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടും കിങ്സ് ആണ്, ഏതൊക്കെ കിങ്സ് ആണ് ബിൽഡ് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട മെയിൻ സ്തൂപാസ് ഏതൊക്കെയാണ്, അതിൻ്റെ നെയിം അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ പഠിക്കും. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ ആ ഒരു ചിത്രത്തിൽ കണ്ടതുപോലെ നേരത്തെ ഇവിടെ സ്തൂപായുടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സ്തൂപ ഡോം, ഈ തോരണ എന്താണ്, അതുപോലെ
യാസ്തി, അണ്ഡ, ഇതൊക്കെ എന്താണെന്നൊക്കെ പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്തൂപാസിന്റെ ആർക്കിടെക്ചർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഈ സ്തൂപാസിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ആ സ്തൂപാസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബേസ് കാര്യങ്ങൾ, അതായത് എന്താണ് സ്തൂപ എന്ന് പഠിക്കും. സ്തൂപ ബിൽഡ് ചെയ്ത കിങ്, പ്രധാനപ്പെട്ട സ്തൂപാസ്, അതിന്റെ ഉദാഹരണങ്ങൾ, ലൊക്കേഷൻസ്, ഇതിന്റെ ആർക്കിടെക്ചർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക. ഓർത്തു വെക്കുക, ഇത് ജസ്റ്റ് നമ്മൾ അതിന്റെ ഒരു സർഫസ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകണ്ട എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മൾ ഇൻ ഡെപ്തിലേക്ക് നമ്മൾ പഠിക്കുന്നത് വെച്ച് പോകണ്ട, പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ഏതൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്തിന് സ്തൂപയെ കുറിച്ച് പഠിക്കുന്നു, വൈ സ്തൂപ, ഞാൻ എന്തിന് സ്തൂപയെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിന് 1813 ചാർട്ടർ ആക്ടിനെ കുറിച്ച് പഠിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ സ്തൂപയെ കുറിച്ച് പഠിക്കുന്നു, എന്താണ് ഈ സ്തൂപയുടെ ഇമ്പോർട്ടൻസ്, എന്താണ് ഈ സ്തൂപയുടെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഓക്കെ, ഇത് ഇന്ന് റിലവൻ്റ് ആണോ, സ്തൂപാസിന് ഇന്ന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സ്തൂപാസ് ഒറിജിൻ ചെയ്തത്, സ്തൂപയുടെ ഒറിജിൻ എങ്ങനെയാണ്, ബുദ്ധിസ്റ്റുകളാണോ ഇത് തുടങ്ങിയിട്ടുണ്ടായത്, സ്തൂപയുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു, ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ രീതി എന്താണ്, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്യുന്നതായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ന് ഈ സ്തൂപകൾക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്, അതിന് എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്, ഇതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, നമ്മൾ ഇന്നൊരു സ്തൂപേനെ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, അതുപോലെ തന്നെ ഇത് ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചാലഞ്ചസ് നേരിടുന്നുണ്ടോ, ഇന്ന് സ്തൂപാസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ, അല്ലെങ്കിൽ സ്തൂപാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്കുകൾ നടക്കുന്നുണ്ടോ, വെദർ ഇറ്റ് ഈസ് റിലവൻറ്റ് ടുഡേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എന്തിനാണ് സ്തൂപയെ കുറിച്ച് പഠിക്കുന്നത്, സ്തൂപയെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് കാര്യം എന്താണ്, സ്തൂപയ്ക്ക് ഇന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അത് എന്തെങ്കിലും നമുക്ക് ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ട്രഡീഷനെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ. അതായത് സ്തൂപാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിൻ്റെ റിലവൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്തിനാണ് ഞാനത് പഠിക്കുന്നത്, 1813 ചാർട്ടർ ആക്ട് ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, അത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ, ഇന്ത്യക്കാരെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ, ഇത്തരത്തിൽ നമ്മൾ അതിൻ്റെ റിലവൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഇന്ന് അത് റിലവൻ്റ് ആണോ, അതുമായി ബന്ധപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടോ, അത് വാർത്തകളിൽ നിറയുന്നുണ്ടോ, ഇത്തരത്തിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനെയും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം തുടക്കത്തിൽ കുറച്ച് ലെങ്തി ആയി തോന്നും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. നിങ്ങൾക്ക് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു പുതിയ ടോപ്പിക്ക് തന്നാൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്യുവർലി ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം 2023 UPSC, അതായത് കഴിഞ്ഞ പ്രിലിംസിൽ UPSC ചോദിച്ച ചോദ്യമാണ്, വിത്ത് റെഫറൻസ് ടു ആൻഷ്യൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് statement. The concept of stupa is Buddhist origin. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് ബുദ്ധയുടെ സിഗ്നിഫിക്കൻസ്, എവിടെ നിന്നാണ് ബുദ്ധ വന്നത്, സ്തൂപയുടെ വന്നത്. അപ്പോൾ ഇത് ബുദ്ധിസ്റ്റ് ഒറിജിൻ ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ്. എന്താണ് സ്തൂപ, എന്തിനാണ് സ്തൂപ ബിൽഡ് ചെയ്ത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ ഒരു ഡോം ഉണ്ടാക്കി വെച്ചതാണോ, എന്തിനാണ് ഈ സ്തൂപ പണിതത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. സ്തൂപ വാസ് വോട്ടീവ് ആൻഡ് കമ്മമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. അപ്പോൾ അത് കമ്മമറേറ്ററി ട്രഡീഷൻ ആണോ, അല്ലെങ്കിൽ സ്ട്രക്ചർ ആണോ, വോട്ടീവ് ട്രഡീഷൻ ആണോ എന്നുള്ളത് എന്താണ് സ്തൂപ, അതായത് സ്തൂപ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, നമ്മളതിനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക, ഇവിടെ നിങ്ങളെ കൺസെപ്ച്വൽ ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്തിനാണ് സ്തൂപ പണിതത്, ആദ്യമായിട്ട് സ്തൂപ ബുദ്ധിസ്റ്റുകാരാണോ കൊണ്ടുവന്നത്, സ്തൂപയുടെ പർപ്പസ് എന്തായിരുന്നു, രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പം നിങ്ങൾ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പ്രിലിംസിന്റെ കേസാണ്. ഇതേ ചോദ്യം, അതായത് ഇതേ ടോപ്പിക്ക് 2016 മെയിൻസിന് UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏർലി ബുദ്ധിസ്റ്റ് സ്തൂപ ആർട്ട് while depicting folk motifs and narratives successfully expounds Buddhist ideals. ഞാൻ എലൂസിഡേറ്റ് വിശദീകരിക്കുക. അതായത് ബുദ്ധിസ്റ്റ് സ്തൂപ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോക്ക് മോട്ടീവ്സും നെറേറ്റീവ്സും ഒക്കെ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബുദ്ധിസ്റ്റ് ഐഡിയൽസിനെയും എക്സ്പൗണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എടുത്തു കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ബുദ്ധിസ്റ്റ് സ്തൂപ ആർട്ട് എന്താണ്, അതിലുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിലെങ്ങനെയാണ് ബുദ്ധിസം, അതായത് എങ്ങനെയാണ് ഈ ഒരു സ്തൂപാസ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അത് ബുദ്ധിസ്റ്റ് ഐഡിയൽസിനെ എങ്ങനെയാണ് എക്സ്പൗണ്ട് ചെയ്യുന്നത്,
ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. നമ്മളൊരു ഒരു ഒരു പഠിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വായിക്കുക, മെമ്മറൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ ഈ ഒരു മെയിൻസിന്റെ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബുദ്ധിസ്റ്റ് ഐഡിയൽസിനെ സ്തൂപാസ് ഡെപ്പിക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. മറിച്ച് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണ് സ്തൂപ. എങ്ങനെയാണ് ബുദ്ധിസവും സ്തൂപയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, എങ്ങനെയാണ് ബുദ്ധിസത്തിന്റെ ആശയങ്ങളെ സ്തൂപ ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഈ ബുദ്ധിസത്തിന്റെ സ്തൂപാസ് എവിടെയാണ് നമുക്ക് ബുദ്ധിസം കൃത്യമായിട്ട് കാണാൻ പറ്റും, എന്തുകൊണ്ടാണ് അതിനെ അവരിന്ന് ഒരു ആരാധനാലയം പോലെ കൊണ്ടുപോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇത്തരം ചോദ്യങ്ങളെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. UPSC സിവിൽ സർവീസ് എക്സാമിനെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റീഡിങ് ആൻഡ് മെമ്മറൈസിങ്. റീഡിങ് ആൻഡ് മെമ്മറൈസിങ് എന്നുള്ളത് മറ്റേതെങ്കിലും എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, UPSC സിവിൽ സർവീസ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യില്ല. ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ വേറൊരു ടോപ്പിക് വേണം. റീഡ് ചെയ്യണം, എന്തായാലും വായിക്കണം, പ്ലസ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മേലെ തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അതിനെ കീറിമുറിച്ച് പരിശോധിക്കുക. എന്തിന് നിങ്ങൾ സ്തൂപയെ കുറിച്ച് പഠിക്കുന്നു, എന്തിന് 1813 ചാർട്ടർ ആക്ട് പഠിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 1813 ചാർട്ടർ ആക്ടിന് എന്ത് സിഗ്നിഫിക്കൻസ് ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് അന്നത്തെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 1813 ചാർട്ടർ ആക്ടിന് എന്ത് പ്രാധാന്യമുള്ളത്. ഇത്തരത്തിൽ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ചാലഞ്ചസ്, അതിൻ്റെ ഇമ്പാക്ട്സ് തുടങ്ങിയ രീതിയിൽ നമ്മൾ ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിന് മേലെ, ആ ടോപ്പിക്കിൻ്റെ മേലെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റിയാണ് നമ്മൾ കൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് വിളിക്കുന്നത്, ആശയ വ്യക്തത എന്ന് വിളിക്കുന്നത്. ഈ ഒരു ആശയ വ്യക്തത ഉണ്ടെങ്കിൽ പ്രിലിംസിന്റെ ക്വസ്റ്റൻ ആയിക്കോട്ടെ, മെയിൻസിന്റെ ക്വസ്റ്റൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് മേലെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാതെ വായിച്ച് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പം പഠിക്കുകയാണെങ്കിൽ സിവിൽ സർവീസ് എക്സാം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകും, ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആൻസറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കുക. പല ആൾക്കാരും ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവരുടെ ഒരു 1 ഇയർ കടന്നു പോയിട്ടുണ്ടാകും. സോ നെക്സ്റ്റ് ഇയർ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ വർഷവും വരുത്തുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇഷ്യൂസിനെ തുടക്കത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് നിങ്ങൾ ഈ ഒരു ഗൈഡ്, അതായത് കേരള UPSC ഗൈഡ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.